നീ എന്തിനാണ് ചക്കരാച്ചൻ പട്ടത്തിലും പോയത്? ഹായ് ഗൈസ്, ദിസ് ഇസ് അനീഷ ഉമ്മ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയാനാണ്. അവർ തീം വാസ് റംസാൻ തീം ഷൂട്ട്. ബിലീവ് മീ ഗൈസ്, ഐ ഹാഡ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. എന്നെ നോക്കാവൻ. നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. ഷീസ് ഏഞ്ചൽ, ഷീസ് എ ന്യൂ ബോൺ ആൻഡ് ചൈൽഡ് ഫോട്ടോഗ്രാഫർ. എൻ്റെ വൈഫ് കൂടിയാണ് ഏഞ്ചൽ. എൻ്റെ ഹൃദയത്തിൻ്റെ വടക്ക് കിഴക്കേറ്റത് വൺ ഓഫ് ദ ബെസ്റ്റ് ഷോർട്ട് ഫിലിംസ് ഐ ഹാവ് എവർ സീൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ല ഷോർട്ട് ഫിലിമുകളിൽ ഒന്നായിരുന്നു. ഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ റംസാൻ ഷൂട്ടിന് നമ്മളുടെ കൂടെയുള്ളത് ഒരു കാലത്ത് നമ്മളെല്ലാവരെയും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിരുന്ന ആ ഒരു മുഖമാണ്, ദ ബ്യൂട്ടിഫുൾ അനീഷ ഉമർ. അപ്പോൾ യൂഷ്വലി when we plan a photo shoot, it will be either outdoor or indoor. Outdoor പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ലൊക്കേഷൻ പോയി നോക്കും, പിന്നെ നമുക്ക് സെറ്റായ ഏതെങ്കിലും ലൊക്കേഷൻ കിട്ടണമെങ്കിൽ അവിടെ ഫോട്ടോ ഷൂട്ട് ചെയ്യും. ബട്ട് ദിസ് was different. You know, this they have created around their house. So when they opened the gate, when we entered the area, I was blown away with such a vast area that they had created. This Arun, the wife and the angel, have created some beautiful area for photo shoot, and they had different themes for different shoot nu vendite. Like for one area they had flowers and garden marier setup. In one area they had some palace like setup, another area they had some temple like effect. So അങ്ങനെ വേറെ തീംസിന് വേണ്ടി they have just created it. എനിക്ക് തോന്നി ഞാൻ ഏതോ ഫിലിം സിറ്റിയിൽ വന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എടുത്ത് പറയേണ്ടതാണ് കംഫർട്ട് ലെവൽ. ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ ത്രൂ ഔട്ട് ദ ഷൂട്ട്. നമ്മൾ ആദ്യമായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും സേഫ്റ്റി ഉണ്ടാവുമോ, കംഫർട്ട് ഉണ്ടാവുമോ, അതൊക്കെ നമ്മളൊരു കൺസേൺ ആണ്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, എനിക്ക് ഒരു കാര്യത്തിനും കുറിച്ച് ചിന്തിക്കേ വേണ്ടിയിരുന്നില്ല. ഐ ജസ്റ്റ് ഹാവ് ടു think അതങ്ങനെ അപ്പോഴേക്കും that was ready, that was done, that was solved. ഇന്നത്തെ ഷൂട്ടിന്റെ ലൈറ്റിംഗ് സെറ്റപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരു മെയിൻ ലൈറ്റും 2 കിക്കർ ലൈറ്റ്സും അടങ്ങുന്ന ഒരു 3 ലൈറ്റ് സെറ്റപ്പ് ആണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അനീഷ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഡ്രീമി ആയിട്ടുള്ള റംസാൻ ഫോട്ടോയാണ്. സോ നമ്മൾ ഇന്ന് മെയിൻ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആസ് യൂഷ്വൽ AD600 ആണ്. ഒരു 120 സെന്റിമീറ്ററിലെ ജയന്റ് സോഫ്റ്റ് ബോക്സ് ആണ് നമ്മൾ മോഡിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. യെസ്, ഓൾസോ വിത്ത് ഗ്രിഡ്. ബിക്കോസ് വി നീഡ് ഷാഡോസ്, വി നീഡ് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു സോഫ്റ്റ് ബോക്സ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വി നീഡ് എ റാപ്പ് അറൗണ്ട് ലൈറ്റിംഗ്. പൊതിഞ്ഞ് കെട്ടുന്ന തരത്തിലുള്ള ഒരു ലൈറ്റിംഗ് ആണ് നമ്മൾക്ക് ഇവിടെ ഇന്ന് ആവശ്യം. As expected, they had created this beautiful area where we can take the photo shoot. ഇവര് different props, equipments, lights ഒക്കെ യൂസ് ചെയ്ത് they had created some dreamy and illusional effect which was very beautiful. കിക്കർ ലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് AD200 ആണ് വിത്ത് മാക് മോഡിന്റെ മാക് ജെൽ. ഇതൊരു കളർ ടെമ്പറേച്ചർ ഓറഞ്ച് ജെല്ലാണ്. നമ്മൾക്ക് രാവിലെ കിട്ടുന്ന ഒരു സൂര്യപ്രകാശത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഒരു ഓറഞ്ച് ജെൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള 2 കിക്കർ ലൈറ്റ്സ് നമ്മൾ ഈ ഒരു ഷൂട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു റാപ്പ് അറൗണ്ട് ലൈറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം അനീഷ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള റംസാൻ ഇമേജാണ്. ഒരാവശ്യം കൂടെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഡീപ്പർ ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ഷാഡോസ് ഒന്ന് കുറച്ച് തന്നെ വന്നു. സോ ഒരു റാപ്പ് അറൗണ്ട് ലൈറ്റിംഗ് ഇത്തരത്തിലുള്ള ഒരു ജയൻറ്റ് സോഫ്റ്റ് ബോക്സ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അത്തരത്തിലുള്ള ഡീപ്പറായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ഷാഡോസ് കുറച്ചെങ്കിലും കുറക്കാൻ സാധിക്കും. ആ ഷാഡോസ് ഒന്ന് ഫില്ല് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അനീഷ റെഡി? എത്തിയിട്ടില്ല, സ്മോക്ക് എത്തിയിട്ടില്ല, ഞാൻ പറയാം. എന്നെ നോക്കാവോ എന്നെ. The result was amazing and I was really happy by it. ഇത്തരത്തിലുള്ളൊരു ഡ്രാമാറ്റിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് സ്മോക്ക്. നമ്മൾ കാണുന്ന പല സിനിമകളിലും സിനിമാറ്റിക് അല്ലെങ്കിൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്മോക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്മോക്ക് മെഷീനുണ്ട്. നമ്മുടെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. You have to just mention the theme. നമുക്ക് എന്താണ് ആവശ്യം, എന്ത് തീമാണ് വേണ്ടത്, എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്,
We just have to tell them and they'll just create it with different kind of lightings, cameras. They only know how they create. But dark theme anangi you have to, they'll create that dark theme, or namakku oru soft title oru theme aanu vendathu chale they'll create that. And it was very commendable, and I'm very thankful to Arun and Angel, both of them. Angel was the one who managed everything from the beginning till the end of the shoot. She was the one who managed and assisted everything, and I'm thankful to her also. I had one of the amazing experience in this shoot. നന്നായിട്ടുണ്ട്. ഇനി ലുക്ക് മാറ്റി തന്നോളൂ കേട്ടോ. ഞാനിതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുക. കണ്ണൻ്റെ നേരെ വന്ന് കണ്ണ് മാത്രം. ഓക്കെ ഓക്കെ. So that was about the outdoor shoot. Now coming to the indoor shoot. അപ്പോൾ ഇൻഡോർ സ്റ്റുഡിയോ എന്ന് ഫോട്ടോ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മൾ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാൻ പോകുന്ന സ്റ്റുഡിയോ ഉണ്ടാവില്ല, അതായിരിക്കും നമ്മളെ മൈൻഡിൽ വരുന്നത്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് വാസ് really amazing place. You know, when I opened the door, it was such a beautiful ambience. സ്റ്റാൻഡേർഡൈസ് സ്റ്റൈലൈസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റുഡിയോ ആയിരുന്നു അരുൺ ആൻഡ് ഏഞ്ചലിൻ്റെ, ആൻഡ് ഇറ്റ് വാസ് വെരി കമൻറ്റബിൾ. ഐ ഹാവൻ സീൻ, ഇതുവരെ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് you know, they had different lights, they had different backdrops, cameras, അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ലെവൽ ആയിട്ടുള്ളൊരു experience ആയിരുന്നു. And I was very happy that I did this shoot, you know, and they have this attached makeup and changing room also. So I had an amazing experience, and I'm looking forward to do more and more shoots in future. So thank you Arun, and thank you Angel. Thanks Anisha Umar for your valuable feedback. ആൻഡ് ഹോപ്പ് യു ഗൈസ് ഈ ഒരു ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസും ഇതിലുള്ള പിക്ചേഴ്സും നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ അതിന് മറുപടി തരുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള മോഡൽ പോർട്ട്ഫോളിയോസോ അതോ ഫാഷൻ കാറ്റലോഗ്സോ ഇ കൊമേഴ്സ് ഷൂട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഞ്ചൽ ഒരു ന്യൂ ബോൺ / ചൈൽഡ് ഫോട്ടോഗ്രാഫറാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഫോട്ടോഗ്രാഫി സർവീസസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏഞ്ചലിനെ സമീപിക്കാവുന്നതാണ്. ഞങ്ങളുടെ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും കാണും വളരെ വ്യത്യസ്തമായ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ആഴ്ച.